നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണമായിട്ടും പാലക്കാട് ജില്ലയിൽ നെല്ലുവില കിട്ടാതെ 1.5 ലക്ഷത്തോളം കർഷകർ. സപ്ലൈകോയ്ക്ക് നെല്ലളന്നിട്ട് 5 മാസം പിന്നിടുന്നു. ഓണത്തിനു മുമ്പ് മുഴുവൻ തുകയും കൊടുത്തു തീർക്കുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കാൻ മുന്നിൽ 3 ദിവസം മാത്രം. ഓണനിറവിൽ നാട്, എങ്ങും ആഘോഷ സമൃദ്ധി. ക്ലബ്ബുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സജീവമായി. ചെറുതുരുത്തിയിൽ ഭക്തിയുടെ നിറവിൽ ഗണേശോത്സവം. വിഗ്രഹ നിമജ്ജനത്തോടെ ആഘോഷത്തിന് സമാപനം. ആഘോഷ പരിപാടികൾ ചെറുതുരുത്തി ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. ഓണമെടുത്തിട്ടും പാലക്കാട് ജില്ലയിൽ നെൽവില ലഭിക്കാതെ 1.5 ലക്ഷത്തോളം കർഷകർ. നെല്ലളന്നിട്ട് 5 മാസം പിന്നിടുകയാണ്. ഓണത്തിനു മുമ്പ് മുഴുവൻ തുകയും കൊടുത്തു തീർക്കുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കാൻ ഇനി ദിവസങ്ങളെ ശേഷിക്കുന്നുള്ളൂ. കഴിഞ്ഞ 2ാം വിളയിൽ സപ്ലൈകോയ്ക്ക് അളന്ന നെല്ലിന്റെ വിലയാണ് 5 മാസത്തിന് ശേഷവും നൽകാത്തത്. നെല്ലുവില കിട്ടാത്തതിനാൽ ഓണം ആഘോഷിക്കാൻ പോലും വഴിയില്ലാത്ത സ്ഥിതിയിലാണ് പല കർഷകരും. കുളപ്പള്ളി കൈലിയാട് റോഡിൽ ജോത്സ്യപ്പടി സ്നേഹതീരം ബസ് സ്റ്റോപ്പ് പരിസരത്തെ അപകടകർത്തം നികത്തി BJP പ്രവർത്തകർ. അപകടങ്ങൾ പതിവായിട്ടും കുഴിമൂടാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ശ്രമദാനവുമായി BJP പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയത്. കൈലിയാട് റോഡിൽ ജോത്സ്യപ്പടി സ്നേഹതീരം ബസ് സ്റ്റോപ്പിന് സമീപം വലിയ കുഴി രൂപപ്പെട്ടിട്ട് ദിവസങ്ങളായി. ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് BJP പ്രവർത്തകർ മുന്നിട്ടിറങ്ങി കുഴി നികത്തിയത്. കഴിഞ്ഞ ദിവസം കുഴിയിൽ വീണ ബൈക്ക് യാത്രികൻ നിയന്ത്രണം തെറ്റി 20 അടിയോളം താഴ്ചയുള്ള പാടത്തേക്ക് വീണിരുന്നു. ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. അപകടങ്ങൾ ഈ ഭാഗത്ത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് BJP പ്രവർത്തകർ കുരുടിക്കുന്ന് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അപകടകരമായ കുഴി കോൺക്രീറ്റ് ഉപയോഗിച്ചടച്ചത്. കുരുടിക്കുന്ന് ഏരിയ പ്രസിഡന്റ് ഉമേഷ്, ജനറൽ സെക്രട്ടറി ചിത്ര ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സേവാപ്രവർത്തനം. ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതായി BJP മണ്ഡലം സെക്രട്ടറി വിപിൻ നാഥ് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ നഗരിപ്പുറം പേരടിക്കുന്ന ദീപം സാധുജന പരിപാലന സമിതിയുടെ 9ാം വാർഷികവും ധനസഹായ വിതരണവും നടന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. 9 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് കുറേ ചാരിറ്റബിൾ സൊസൈറ്റികളും നിരന്തരം, അതായത് ഓരോ മുക്കിന് മൂലിയിലും മറ്റുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങാൻ കുറിക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് 1 വർഷം നിൽക്കും, അല്ലെങ്കിൽ 2 വർഷം ഇതിൽ തുടർച്ചയായി കൊണ്ടുപോകാൻ ഇതിന് പ്രത്യേകമായിട്ടുള്ള, അതായത് കൂടിച്ചേർന്ന്, അതായത് കൂട്ടായൊരു പ്രവർത്തനം നടത്തിയാലാണ് നമുക്കൊരു കാര്യം വിജയിക്കുകയുള്ളൂ. അപ്പം ആ ഒരു കമ്മിറ്റി നല്ല നിലയിൽ പോയാലാണ് 9 വർഷം എത്തിയത്. എന്തുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്നു നോക്കിയപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്. K. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 35 നിർധന കുടുംബങ്ങൾക്കാണ് 80,000 രൂപ വിതരണം ചെയ്തത്. റിട്ടയർഡ് നാവികസേന ഓഫീസർ വിജയകുമാർ, T. വിജയകുമാർ, N. ഗംഗാധരൻ, T. പ്രസാദ്, V. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. M. സുരേഷ് സ്വാഗതവും AP ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. വാടാനംകുറിശ്ശിയിൽ അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടന്നു. ഷൊർണൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ മോഹനകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കിഡ്നി ക്യാൻസർ കിടപ്പ് രോഗികൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റും ചികിത്സാ സഹായവും നൽകുന്നത്. ഇത്തവണ 90 ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. ഷൊർണൂർ സബ് ഇൻസ്പെക്ടർ മോഹനകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ശ്രീലത അധ്യക്ഷയായിരുന്നു. TP രാജീവ് സ്വാഗതം പറഞ്ഞു. മോഹനൻ മാസ്റ്റർ, മേരി ടീച്ചർ, രാജൻ നങ്ങത്ത്, ശോഭ, തുളസീധരൻ, കുട്ടികൃഷ്ണൻ, മോഹനകൃഷ്ണൻ, അസീസ് വാടാനംകുറിശ്ശി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. NHRACFന്റെ ഓണം കുടുംബസംഗമം ചെറുതുരുത്തി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ചേലക്കര MLA UR പ്രദീപ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോഷി പാച്ചൻ അധ്യക്ഷത വഹിച്ചു. നാഷണൽ ചെയർമാൻ അഡ്വക്കേറ്റ് വിജയരാഘവന്റെ മുഖ്യ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ദാമോദരൻ ഏറനാട് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി. നാഷണൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്തൂർ സുരേഷ്, വാർഡ് മെമ്പർ അജിത രവികുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസീല ബീഗം, സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ദിലീപ് ഖാദി, സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ മഹമൂദ, യൂത്ത് വിംഗ് സംസ്ഥാന കോർഡിനേറ്റർ കുമാരി ഫാത്തിമ നാസർ തുടങ്ങിയവർ സംസാരിച്ചു.
തുടർന്ന് കലാപരിപാടികളും നടന്നു. മഹാബലി ചക്രവർത്തിയായി വേഷമിട്ട തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ബാലചന്ദ്രൻ നായർ ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ഷൊർണൂർ യൂണിറ്റുകളുടെ ഓണാഘോഷം മഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിൽ നടന്നു. സീനിയർ സിറ്റിസൺസ് ഫോറം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എം രാജഗോപാൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫോറം മഞ്ഞക്കാട് യൂണിറ്റ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗിരിജ സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് ജയിൽ സ്പെഷ്യൽ ഓഫീസർ AJ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. സ്വയംപ്രഭ, M രാമചന്ദ്രൻ, മധുസൂദനൻ, TN ശ്രീനിവാസൻ, MN മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സരോജം സേതുമാധവൻ നന്ദി പറഞ്ഞു. മുണ്ടായ വയോജനവേദിയുടെ തിരുവാതിര കൈകൊട്ടിക്കളി, ഗാനാലാപനം, ഓണപ്പാട്ടുകൾ തുടങ്ങി വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വടവണ്ണൂർ കൊല്ലങ്കോട് യൂണിറ്റിൻ്റെ കണ്യാർകളി ശ്രദ്ധേയമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം നടന്നു. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് V. വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് 70 വയസ്സ് കഴിഞ്ഞവരെ ചടങ്ങിൽ ആദരിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ASI ബിന്ദുവിനെ ആദരിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS വിജയിച്ച B. ആവണിയെയും കായിക മത്സരങ്ങളിൽ സംസ്ഥാന ജേതാക്കളായ റിയ ജയൻ, റിമ ജയൻ എന്നിവരെയും അനുമോദിച്ചു. നഗരസഭാ കൗൺസിലർ PR പ്രവീൺ സമ്മാനദാനം നിർവഹിച്ചു. സെക്രട്ടറി P. ഹരിദാസ് റിപ്പോർട്ടും ട്രഷറർ P. ശശികുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കോഴിശ്ശേരിമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PB കൃഷ്ണവേണി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും ചടങ്ങിൽ തെരഞ്ഞെടുത്തു. M. അയ്യപ്പനാണ് പുതിയ കമ്മിറ്റിയുടെ രക്ഷാധികാരി. വേണുഗോപാലൻ പ്രസിഡന്റ്, P. ഹരിദാസ് സെക്രട്ടറി, അനീഷ് കുമാർ ട്രഷറർ തുടങ്ങിയവരാണ് ഭാരവാഹികൾ. വാർഷികത്തോടനുബന്ധിച്ച ചന്ദ്രശേഖരൻ കോട്ടും ശിഷ്യരും അവതരിപ്പിച്ച സംഗീത വിരുന്നും RRA കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നൂബ്ര ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമിയുടെ നൃത്തങ്ങളുമുണ്ടായി. എന്തു തന്നെ തീണ്ടലാണു തമ്പൂരാന് തീണ്ടല്, എന്തു തന്നെ തീണ്ടലാണ്, എന്തു തന്നെ തീണ്ടലാണു തമ്പൂരാന് തീണ്ടല്. മാറട മാറട മാറടങ്ങടു മാറട, മാറട 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 പക്കനാരു മാറട. സംഹാരം ചെയ്ത കൃഷ്ണ
സെന്റർ, ഷൊർണൂർ. മെമ്പർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണത്തോടനുബന്ധിച്ച് മണ്ണൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ നിർധനരായ 103 പേർക്ക് ഓണപ്പുടവ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഓണത്തിന് നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതാണെങ്കിലും നിരവധിയായ നമുക്ക് പെൻഷനൊക്കെ എല്ലാവർക്കും 2 മാസത്തെ പെൻഷൻ നേരത്തെ കൂട്ടി എല്ലാവരുടെ വീടുകളിൽ നമുക്ക് എത്തി. അതുപോലെ തന്നെ റേഷൻ കടകളിൽ നിന്നും അതുപോലെ തന്നെ മാവേലി സ്റ്റോറിലൊക്കെ സബ്സിഡിയോട് കൂടിയിട്ട്, അതായത് ഏറ്റവും വിലക്കുറവിൽ നമുക്ക് നല്ല രീതിയിൽ ഓണം ഉണ്ണുന്നതിന് സഹായങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് ചെയ്യും. വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്റർ വസ്ത്ര വിതരണം നടത്തി. വാർഡ് വികസന സമിതി അംഗങ്ങളായ പി ശ്രീകുമാരൻ, NS ഹംസ, PK ശ്രീദേവി, P ഗണേശൻ, അബു താഹിർ പീടികയിൽ, ഷൈനി കണ്ണൻ, എ ഷഫീഖ്, K അഫ്സൽ, വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. SJ നജീബ് സ്വാഗതവും P പ്രമോദ് നന്ദിയും പറഞ്ഞു. തുടർച്ചയായി 5-ാം വർഷവും വാർഡിൽ ഓണപ്പുടവ നൽകി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ വാണിയംകുളത്ത് സംഘടിപ്പിച്ചു. ഓണാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ AK രവീന്ദ്രനാഥ്, NP കൃഷ്ണകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. R സന്ധ്യ മണ്ണത്ത്, ഡോക്ടർ കൃഷ്ണദാസ്, രാമു ചാത്തനാത്ത്, സന്തോഷ് പണിക്കർ, മണികണ്ഠൻ തീയന്നൂർ, മോഹനകൃഷ്ണ മേനോൻ എന്നിവർ പങ്കെടുത്തു. റോട്ടറി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് നന്ദി രേഖപ്പെടുത്തി. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഗണേശ വിഗ്രഹങ്ങൾക്ക് ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ സ്വീകരണം നൽകിയ ശേഷം ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്തു. 100 കണക്കിന് ഭക്തർ സാക്ഷികളായി. ചെറുതുരുത്തി ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചെറുതുരുത്തി ഗണേശോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 15 വർഷമായി നടത്തിവരുന്ന ഗണേശോത്സവം ഞായറാഴ്ച വൈകിട്ട് വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഗ്രാമപ്രദക്ഷിണം ചെയ്ത് വൈകിട്ട് 4-ന് കോഴിമാമ്പറമ്പ് ക്ഷേത്ര പരിസരത്തെത്തി. 5 മണിക്ക് വിവിധ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ മഹാഘോഷയാത്രയായി ചെറുതുരുത്തി സെന്ററിലൂടെ പാങ്ങാവ് ശിവക്ഷേത്ര കടവിൽ നിമജ്ജനം ചെയ്തു. നിരവധി ഗണേശ ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരവാഹികളായ V ഉണ്ണികൃഷ്ണൻ, AB വിജേഷ്, അളനൂർ, ധനേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ക്ഷീര കർഷകർക്ക് ഓണക്കിറ്റും മിൽക്ക് ഇൻസെന്റീവും നൽകി തച്ചൻകാട് അയ്യപ്പങ്കാവ് ക്ഷീരോത്പാദക സഹകരണ സംഘം. ആനുകൂല്യ വിതരണ ചടങ്ങ് കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാഹിദ ശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, ക്ഷീരസംഘം മുൻ പ്രസിഡന്റ് TM പുഷ്പദാസ്, ലിൻഷ, സിന്ധു, സംഘം പ്രസിഡന്റ് R ഗിരീഷ്, R ദിനേശ് എന്നിവർ പ്രസംഗിച്ചു. സംഘത്തിൽ പാലളക്കുന്ന മുഴുവൻ ക്ഷീരകർഷകർക്കും ഓണക്കിറ്റും മിൽക്ക് ഇൻസെൻറ്റീവും വിതരണം ചെയ്തു. 70 വയസ്സ് പിന്നിട്ട കർഷകർക്ക് ക്ഷീരസായന്തനം പദ്ധതിയിലൂടെയുള്ള ആനുകൂല്യവും നൽകി. നഷ്ടത്തിലായിരുന്ന സംഘം സുതാര്യവും ചിട്ടയായതുമായ പ്രവർത്തനത്തിലൂടെ ലാഭത്തിലെത്തിക്കാൻ കഴിഞ്ഞതായി സംഘം സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ അക്ഷരജ്വാല മാഗസിൻ പ്രകാശനം നടന്നു. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് അംഗം ഷെനിൻ മന്ദിരാട് പ്രകാശനം നിർവഹിച്ചു. വായനശാലയിലെ എഴുത്തുകാരുടെയും ബാലവേദി അംഗങ്ങളുടെയും സൃഷ്ടികൾ ഏകോപിപ്പിച്ചാണ് ഈ മാഗസിൻ തയ്യാറാക്കിയത്. മാഗസിൻ വായനശാലയിൽ വായനയ്ക്ക് ലഭ്യമാണ്. മാഗസിൻ പ്രകാശനം കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം ഷെനിൻ മന്ദിരാട് നിർവഹിച്ചു. വായനശാല സെക്രട്ടറി KA അജേഷ് സ്വാഗതവും ലൈബ്രറിയൻ V ചിത്ര നന്ദിയും പറഞ്ഞു. എഡിറ്റോറിയൽ സമിതി അംഗം സെറീന മാഗസിനെ കുറിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണമായിട്ടും പാലക്കാട് ജില്ലയിൽ നെല്ലുവില കിട്ടാതെ 1/4 ലക്ഷത്തോളം കർഷകർ. സപ്ലൈകോയ്ക്ക് നെല്ലളന്നിട്ട് 5 മാസം പിന്നിടുന്നു. ഓണത്തിനു മുമ്പ് മുഴുവൻ തുകയും കൊടുത്തു തീർക്കുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കാൻ മുന്നിൽ 3 ദിവസം മാത്രം. ഓണനിറവിൽ നാട്, എങ്ങും ആഘോഷ സമൃദ്ധി. ക്ലബ്ബുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സജീവമായി.
ചെറുതുരുത്തിയിൽ ഭക്തിയുടെ നിറവിൽ ഗണേശോത്സവം. വിഗ്രഹ നിമജ്ജനത്തോടെ ആഘോഷത്തിന് സമാപനം. ആഘോഷ പരിപാടികൾ ചെറുതുരുത്തി ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.